അപ്പോൾ നമ്മുടെ ചിന്താമണി കുടുംബത്തിലെ നമ്മുടെ സുനിതയ്ക്ക് അല്ലെ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് അല്ലെ. നമ്മുടെ ചിന്താമണി കുടുംബത്തിലെ എല്ലാവരും തന്നെ. അപ്പൊ സുനിതയ്ക്ക് നമ്മുടെ അമ്മ ഒരു ഭവനം കൊടുത്തിരിക്കുകയാണ് അല്ലെ. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യം, അതും വളരെ ഐശ്വര്യമുള്ള ഒരു വീട്, നല്ല ഭരണ വഴികളെല്ലാം വളരെ ഐശ്വര്യമുണ്ട്. അപ്പം നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഭവനം കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദേവിനോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു എന്താ പറയുക കളങ്കം ഇല്ലാത്ത സ്നേഹം, അതൊരു ഭയങ്കരമായിട്ടോ. ഞാനിപ്പോ കുറച്ചുകൂടി ഈ ഒരു പ്രയാഗരാജിലെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് സ്നേഹം പല വിധത്തിലുണ്ട്. പക്ഷെ അവിടെ ആ സ്നേഹത്തിന്റെ അതിനുള്ളിൽ ഒരു കള്ളത്തരം ഇല്ലാത്തൊരു സ്നേഹം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഒരു ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണം. ഞാൻ പഠിച്ചൊരു ഏറ്റവും വലിയൊരു പാഠം, ഭഗവാന് എന്നെ പഠിപ്പിച്ചത്, എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ കൊടുക്കാൻ പറ്റിയ അവിടെ പൂർണ്ണ നിറവോടെ എന്നെ തിരിച്ച് നമുക്കും തരുന്നതാണ്. മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ പ്രയാഗരാജിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. എനിക്ക് നേരത്തെ വിളിയൊന്നും ഞാൻ പോയി. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ അവിടെ പോയി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെയൊക്കെ എൻ്റെ ഒരു അവസ്ഥയിൽ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ പുതിയൊരു നമ്മൾ പറയില്ലേ ഈ ഒരു അടുത്തൊരു ഘട്ടത്തിലോട്ടുള്ള പുതിയ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ പൂജ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതും ഗണപതിക്ക് ഇല്ലേ. അപ്പൊ ഇവിടെ വന്ന് സാധാരണ നമ്മൾ ഈ കുംഭമേളയ്ക്ക് മഹാകുംഭമേളയ്ക്ക് പോയി തിരിച്ചെത്തി ഒരു ഭവനത്തിൽ കയറുക എന്ന് പറഞ്ഞത് ആ വീട്ടുകാർ പുണ്യം ചെയ്യണമെന്നാണ്. മനസ്സിലായില്ലേ? സാധാരണ ഒരു കാര്യമല്ല. അപ്പൊ ഒരു ജന്മത്തിന്റെ 140 വർഷത്തിന്റെ അല്ലേ ഒരു ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെലവാക്കി പോയതിന്റെ ഗുണം നിങ്ങൾക്ക് അതാണ് അതിന്റെ വേറെ സത്യം. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് അമ്മ തന്ന ഭാഗ്യമാണ്. ഞാൻ തന്നത് പോയില്ലല്ലോ, അത് ദേവി തന്നതാണ്. മനസ്സിലായില്ലേ? ഞാൻ തന്നെ അപ്രോച്ച് നിശാന്തം നമുക്കൊന്ന് മാറ്റി വെച്ചാലോ. കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ എല്ലാം കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റി വെച്ചാലോ. പക്ഷെ എന്നാലും വേണ്ട, കാരണം അവരെ ഓർത്തിട്ടുണ്ട്. ഇവ ഫസ്റ്റ് എനിക്ക് അങ്ങനെ നമ്മുടെ സാവിത്രിയമ്മയുടെ അവിടെ വെച്ചിട്ട് ഇവ ഫസ്റ്റ് ആയിട്ട് കാണാൻ വരുമ്പോ ഒരു വരവുണ്ട്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു നീ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അന്ന് അവരെന്റെ ഉള്ളിലുള്ളതാണ്. ഞാൻ സ്വാമിയോട് പറഞ്ഞു അവന് വേണ്ടി നമ്മൾക്ക് മാറ്റിയ സാധ്യത സമയം നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില് ഇറങ്ങി വന്നതാണ്. അപ്പൊ എല്ലാം നമ്മുടെ മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയും ഇതിലെ കടങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് അവനൊരു പെണ്ണുകൂടിയാണ്. അപ്പൊ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോ ഇനി അവന്റെ കൂടെ ജീവിക്കാൻ, അവരെ മനസ്സിലാക്കാൻ ഒരു പെണ്ണിനെ കൂടി കിട്ടണമെന്നുള്ളതാണ് അമ്മയുടെ ഒരു പ്രാർത്ഥന. മനസ്സിലായില്ലേ?